മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒട്ടുമിക്ക വിഭവങ്ങളുടെയും രുചിയും ഗുണവും വർദ്ധിക്കാൻ അത്യന്താപേക്ഷിതമായ ഒരു പഴവർഗ്ഗമാണ് തക്കാളി. തക്കാളി കൊണ്ട് സ്വാദേറിയ ഒരു വിഭവമാണ് ഇന്നുണ്ടാക്കാൻ പോകുന്നത്, തക്കാളി മസാല. അതിനു വേണ്ട ചേരുവകൾ: തക്കാളി എരിഞ്ഞത് 2 എണ്ണം, ഉരുളക്കിഴങ്ങ് ചെറുതാക്കി എരിഞ്ഞത് 1 എണ്ണം, സവാള എരിഞ്ഞത് 1 എണ്ണം, ഇഞ്ചി ചതച്ചത് 1 കഷ്ണം, വെളുത്തുള്ളി ചതച്ചത് 6 അല്ലി, പച്ചമുളക് നീളത്തിൽ കീറിയത് 2 എണ്ണം, മല്ലിപ്പൊടി 1 ടീസ്പൂൺ, ഗരം മസാല 1/2 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, വെളിച്ചെണ്ണ ആവശ്യത്തിന്, ഉപ്പ് പാകത്തിന്, കറിവേപ്പില 2 ഇതൾ. എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. ഒരു പാത്രം അടുപ്പിൽ വെച്ച് ചൂടായ ചട്ടിയിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കുക. ചൂടായ എണ്ണയിലേക്ക് സവാള എരിഞ്ഞത് ചേർത്ത് കൊടുക്കണം. 4 മിനിറ്റോളം സമയമെടുക്കും സവാള പാകമായി വരാൻ. അതുവരെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക. സവാളയൊന്ന് പാകമായി വന്നാൽ ഇഞ്ചി ചതച്ചതും വെളുത്തുള്ളി ചതച്ചതും ചേർത്ത് കൊടുക്കുക. അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഇളക്കി കൊടുക്കണം. അതിലേക്ക് തക്കാളി ചെറുതാക്കി എരിഞ്ഞതും ഉരുളക്കിഴങ്ങ് ചെറിയ കഷ്ണങ്ങളാക്കിയതും പച്ചമുളക് നീളത്തിൽ കീറിയതും ചേർത്ത് കൊടുക്കുക. എല്ലാ ചേരുവകളും ഒരുപോലെ മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. 3-4 മിനിറ്റോളം സമയമെടുക്കും അതെല്ലാം പാകമായി വരാം. അതുവരെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. എല്ലാ ചേരുവകളും ഒരുപോലെ മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. അതെല്ലാം പാകമായാൽ 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പാകത്തിന് ഉപ്പും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. 6 മിനിറ്റോളം സമയമെടുക്കും അതെല്ലാം പാകമായി വരാൻ. അതുവരെ ഒരു പാത്രം കൊണ്ട് അടച്ചു വെച്ച് വേവിക്കുക. എല്ലാ ചേരുവകളും ഒരുപോലെ വെന്ത് കിട്ടണം. അതെല്ലാം പാകമായാൽ കറിവേപ്പിലയും 1/2 ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. എല്ലാ ചേരുവകളും ഒരുപോലെ മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. അടുപ്പിൽ നിന്ന് വാങ്ങി വയ്ക്കുക. രുചികരമായ തക്കാളി മസാല റെഡിയായി. ചോറിൻ്റെ കൂടെയും ബ്രേക്ക്ഫാസ്റ്റിനൊപ്പവും കഴിക്കാൻ പറ്റിയ ഒന്നാം തരം ഒരു റെസിപ്പിയാണിത്. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ വിലയേറിയ ലൈക്കുകളും കമൻറ്റുകളും സബ്സ്ക്രൈബും ചെയ്യാൻ ആരും മറക്കരുത്. മറ്റൊരു സൂപ്പർ വീഡിയോയുമായി കണ്ടുമുട്ടുന്നതുവരെ ബൈ.